ഹേ ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം. നമ്മുടെ 2 വണ്ടിയും ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതൊരു ഗ്ലാസ് വാളാണ് കേട്ടോ. അപ്പം നമുക്ക് നൈസ് ഒരു വ്യൂ ഉണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ ക്യാമറയിൽ ആ ഒരു വ്യൂ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആക്ച്വലി നമ്മുടെ ചൊക്രമുടി പീക്ക്, അതായത് ചൊക്രമുടി മലയുടെ ഒരു വ്യൂ ആട്ടോ നമുക്ക് കാണുന്നത്. അപ്പം ഇന്നലെ വൈകുന്നേരത്തെ വ്യൂ നൈസ് ആയിരുന്നു. അതുപോലെ സൺറൈസ് വ്യൂ അടിപൊളി കേട്ടോ ഇവിടെ നിന്നുള്ള. ഇപ്പോൾ സമയം രാവിലെ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെന്താണ് ഒരു പക്ക സൺറൈസ് വ്യൂവിനൊന്നും നിൽക്കുന്നില്ല, നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. അങ്ങനെ സമയം രാവിലെ 6:30 നമ്മൾ മെയിൻ റോഡിൽ കയറി കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് അപ്പ് ഹില്ലും ഡൗൺ ഹില്ലുമാണ്. അപ്പം ഇതാണ് നമ്മുടെ ധീരജ് ബ്രോയുടെ റൂട്ട്. ബ്രോ ഇതിൽ സൂര്യനെല്ലി പോവാണ്. ഫുൾ ചിൽ റൈഡാണ്. ക്ലൈംബ് നമ്മുടെ TOT ലെവൽ ക്ലൈംബ് ആയിരിക്കുന്നത്. ഏകദേശം 3800 മീറ്റേഴ്സ് ക്ലൈംബ് ചെയ്യാൻ പോവാണ് ബ്രോ. ഞാനിതിൽ തിരിച്ച് നമ്മുടെ പള്ളിവാസൽ മേളിൽ ചെന്നിട്ട് ആ വഴി നമ്മൾ മൂവാറ്റുപുഴ പോകാം കേട്ടോ. എനിക്ക് ക്ലൈംബ്, ബ്രോ ഡൗൺ ഹില്ല്. എനിവേ ബ്രോ, എൻജോയ് ദ റൈഡ് ആൻഡ് ഹാപ്പി ടു മീറ്റ് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക്സ്. ഇവിടെ കമ്പനി ഉണ്ടായിരുന്നു. ഓ സന്തോഷം. അങ്ങനെ രാവിലെ 6:30 ധീരജ് ബ്രോയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ രണ്ട് വഴിക്ക് തിരിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിന്നലെ ഡൗൺ ഹിൽ ഇറങ്ങി വന്ന ഒരു 3.8 കിലോമീറ്റേഴ്സ് നമ്മൾ തിരിച്ചു കയറും കേട്ടോ. നമ്മുടെ ബോഡി എന്താണെങ്കിലും തണുത്തിരിക്കുവാണ്. സോ ജസ്റ്റ് ഹൈ ഗൈഡൻസിൽ ചവിട്ടി വാമാക്കുക, കയറ്റുമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ മോർണിംഗ് ഒരു 70-80 ടെമ്പറേച്ചർ നിന്നത്. അപ്പം എന്താണേലും ബോഡി മാമമാണ്. കാരണം നമ്മൾ മേളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് അടിമാലി സൈഡിലേക്ക് ഫുൾ ഡീസൻ്റ് ആണല്ലോ, ഇല്ലെങ്കിൽ തണുത്ത് വിറയ്ക്കും ഗൈസ്. അപ്പോൾ ക്ലൈമ്പിൻ്റെ ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ കയറി കഴിഞ്ഞപ്പോൾ നമുക്കിത് ആ ഒരു വ്യൂ കണ്ടോ, ഫ്രണ്ടിലെ ആ ഒരു പാറയും മലയൊക്കെ. നമ്മുടെ ബാക്കിലായിട്ടോ സൺറൈസ് വ്യൂ വരുന്നത്. അങ്ങനെ നമ്മളെ ക്ലൈംബ് കഴിഞ്ഞിട്ട് ഏകദേശം ടോപ്പ് എത്തി കേട്ടോ. ഈ തൊട്ട് മേളിൽ കാണുന്നതാണ് നമ്മുടെ ഹൈവേ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആ ഒരു സൺറൈസ് വ്യൂ നമുക്ക് താഴത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൺറൈസ് കളറൊക്കെയായിരുന്നു കണ്ടത്. ഇപ്പോഴാണ് നമ്മുടെ ചൊക്രമുടി പീക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നൊരു സൺറൈസ് വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ, നല്ല രസമാണ് കാണാൻ. നമ്മുടെ മോർണിംഗ് കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും ഡൗൺ ഹിൽ അടിച്ച് താഴത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് നമുക്കൊരു നല്ല ഡൗൺ ഹില്ല് കിട്ടുന്ന ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇടയ്ക്ക് നല്ലൊരു ചായക്കട കാണുവാണെങ്കിൽ, ചെറിയൊരു ചായക്കട കാണുവാണെങ്കിൽ നമ്മൾ ഒത്തിരി ചായ കുടിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഡൗൺ ഹിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ചായ കിട്ടി കേട്ടോ. ഇവിടെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അപ്പം എന്താ പറയുന്നത്, മൂന്നാറിൻ്റെ ഈ ഒരു വൈബിൽ തന്നെ ചായ കുടിച്ചിട്ട്, സോറി താഴത്തേക്ക് നോക്കരുത് ഗൈസ്, ഞാനുദ്ദേശിച്ച ഈ ഒരു വൈബാണ്. ഈ ഒരു വൈബിൽ ചായ കുടിച്ചിട്ട് നമുക്ക് താഴത്തേക്ക് പോകട്ടോ. അങ്ങനെ രാവിലത്തെ ചായയൊക്കെ കുടിച്ചിട്ട് പള്ളിവാസലിൽ നിന്ന് ഡൗൺ ഹില്ല് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇപ്പം നിലവിൽ ആ വഴി പണിയുന്ന ആ ഒരു സ്പോട്ടൊന്നും എത്തിയില്ല. അപ്പം നമുക്ക് ഡൗൺ ഹിൽ അടിച്ചിറങ്ങാനുള്ള ഒരു സെറ്റപ്പില്ല കേട്ടോ. കാരണം ഇപ്പം വഴി പണിയുന്ന സ്ഥലത്ത് വരുമ്പം ചെറിയ മണലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ നമ്മൾ കിടത്തേണ്ടി വരും, ശരിക്കും കിടത്തേണ്ടി വരും. എന്താണെങ്കിലും നമുക്ക് എന്താ പറയുക, ഡൗൺ ഹില്ലൊക്കെ എൻജോയ് ചെയ്ത് പോലെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വഴിയിലേക്ക് മണ്ണുണ്ടേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ ഒരു ബ്രേക്കിങ് ചെയ്യേണ്ട വന്നാൽ നമ്മൾ വണ്ടി സ്കിഡാവും കേട്ടോ. ഇവിടെയൊക്കെ ഇത്രയും മറ്റേ കണ്ട ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കയറി വരുവേ. അപ്പോൾ റിസ്ക്കാണ്.
കുറേ പേര് എന്നോട് ചോദിക്കുന്നു പട്ടി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ആളുടെ ടെറിട്ടറിയിൽ നിന്ന് നമ്മളെ ഓടിച്ചു വിടുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, ഇല്ലേ വേണം ജസ്റ്റ് ഇങ്ങനെ വണ്ടി ഒന്ന് നിർത്തിയാൽ മതി, ആളവിടെ നിന്നോളൂ കേട്ടോ. അത്രേ ഉള്ളൂ പരിപാടി.
അവസ്ഥ. അവിടെ ആക്സിഡൻറ്റ് പറ്റി കേട്ടോ ഗൈസ്. അവിടെ ഫുള്ള് കുപ്പിച്ചില്ലാണ്. നമ്മൾ അതിലേ പോയാൽ എന്തായാലും പഞ്ചർ കിട്ടും, 100% ഷുവറാണ്. സോ ഇതാണ് നമ്മുടെ വണ്ണാൻതുള്ളി ഹെയർപിൻ ടു മൂന്നാർ. നമ്മൾ തിരിച്ച് ഇറങ്ങിയിട്ടോ. അപ്പം നേരിമംഗലമാണ്. നമ്മുടെ നേരിമംഗലം